നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയെ പിന്തുണച്ച് അവസാനം US തന്നെ രംഗത്ത് വന്നു. ഇന്ത്യ നടത്തിയ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണം ബഹിരാകാശത്ത് മാലിന്യമുണ്ടാക്കുന്നു എന്ന് വിമർശിച്ച നാസയിലെ ഉദ്യോഗസ്ഥന് മറുപടിയുമായി ഇന്ത്യയെ തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ തന്നെയാണ്. ബഹിരാകാശത്ത് നിന്നുള്ള ഭീഷണിയിൽ ഇന്ത്യക്ക് ഉത്കണ്ഠയുള്ളതിനാലാണ് അത്തരത്തിലൊരു പരീക്ഷണം നടത്തിയതെന്നാണ് മനസ്സിലാകുന്നതെന്ന് UN സ്ട്രാറ്റജിക് കമാൻഡർ ജനറൽ ജോൺ ഹെയ്തൻ പറഞ്ഞു. US സെനറ്റിലെ സൈനിക കമ്മിറ്റി അംഗങ്ങളോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യ തകർത്ത ഉപഗ്രഹം 400 കഷണങ്ങളായി ചിതറിത്തെറിച്ചുവെന്നും ഈ അവശിഷ്ടങ്ങൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിനും ബഹിരാകാശ യാത്രികർക്കും അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്നും നാസ അഡ്മിനിസ്ട്രേറ്റർ ജിം ബ്രൈഡൻസ്റ്റൺ പറഞ്ഞിരുന്നു. ഇത് പൂർണ്ണമായി തള്ളാതെയായിരുന്നു ഹെയ്തൻ പറഞ്ഞത്. അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കുന്ന കൂടുതൽ പരീക്ഷണങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഭൂമിയിൽ നിന്ന് 300 കിലോമീറ്റർ മാത്രം അകലെയുള്ള കൃത്രിമ ഉപഗ്രഹമാണ് ഉപഗ്രഹവേധ മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തത്. ബഹിരാകാശത്ത് സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് അവർക്കുണ്ടെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യ നടത്തിയ പരീക്ഷണത്തെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള സെനറ്റർമാരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ നിലയത്തിൽ നിന്നും ഏറെ താഴെയാണ് ഉപഗ്രഹം സ്ഥിതി ചെയ്തിരുന്നതെങ്കിലും ചിതറിയ ഉപഗ്രഹത്തിന്റെ 24 കഷ്ണങ്ങൾ ബഹിരാകാശ നിലയത്തിന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിയെന്നും പരീക്ഷണം സൃഷ്ടിച്ച മാലിന്യം കൂട്ടിയിടിയുടെ സാധ്യത 44% വർദ്ധിപ്പിച്ചതെന്നും ജിം ബ്രൈഡൻസ്റ്റൺ അഭിപ്രായപ്പെട്ടിരുന്നു. ഭാവിയിലെ മനുഷ്യന്റെ ബഹിരാകാശ സഞ്ചാരത്തിന് ഇത്തരം പ്രവർത്തികൾ ഗുണകരമല്ലെന്നും ഭയാനകമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ജിം ബ്രൈഡൻസ്റ്റൺ പറഞ്ഞിരുന്നു. എന്നാൽ പരീക്ഷണം നടത്തി 45 ദിവസത്തിനുള്ളിൽ എല്ലാ അവശിഷ്ടങ്ങളും അലിഞ്ഞു തീരുമെന്ന് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപന മേധാവി ജി സതീഷ് റെഡ്ഡി പ്രതികരിച്ചു. ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണം മൂലമുണ്ടായ ബഹിരാകാശ മാലിന്യങ്ങൾ കത്തിനശിക്കുമെന്ന ഇന്ത്യയുടെ വാദത്തെ പിന്തുണച്ച് പെന്റഗൺ വക്താവ് ചാർലി സമേഴ്സും രംഗത്തു വന്നിരുന്നു. ബഹിരാകാശത്തെ കിടമത്സരത്തിന്റെ ലക്ഷണമായി ഇന്ത്യൻ ഉപഗ്രഹവേധ പരീക്ഷണത്തെ കാണണമെന്നായിരുന്നു മാർച്ച് 28-ന് US പ്രതിരോധ സെക്രട്ടറി പാട്രിക് ഷാനഹാൻ ആവശ്യപ്പെട്ടത്. ഒരുപാട് കാലം നിൽക്കാതെ മാലിന്യം കത്തിത്തീരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ വളർച്ചയെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവന അസാഡ് മിസൈലിന്റെ പരീക്ഷണത്തിന് ശേഷം ഇതാദ്യമായാണ് അമേരിക്കയിൽ നിന്നും ഉണ്ടാകുന്നത്. ലോകത്തെ ഇന്നുവരെയുള്ള എല്ലാ പ്രതിരോധ മാർഗങ്ങളും നേടിയ ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങളിൽ US അടക്കമുള്ള 4 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.